ഈശോയിലും പരിശുദ്ധ അമ്മയിലും വിശുദ്ധ ഔസേപിതാവിലും ഏറ്റവും സ്നേഹവാത്സല്യം നിറഞ്ഞവേ, ഇന്ന് ആണ്ടുവട്ടത്തിലെ 29ാമത്തെ ഞായറാഴ്ചയാണ്. അതിനേക്കാളേറെ ഇന്ന് ലോകം മുഴുവനും മിഷൻ ഞായറാഴ്ചയായിട്ട് ആഘോഷിക്കാം. നമ്മൾ വലിയ ആഘോഷങ്ങളും വലിയ മിഷൻ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള വലിയ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ മുമ്പ് വർഷങ്ങളൊക്കെ നടത്തിയത്. പക്ഷേ ഈ വർഷം നമുക്ക് അനുകൂലമായ കാലാവസ്ഥ ഇല്ലാത്തതുകൊണ്ട്, സാഹചര്യമില്ലാത്തതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ ഹൃദയത്തിൽ കർത്താവിനെ സ്നേഹിക്കുന്ന ശക്തമായ മകനായി തീരുക. അസിസിയെ പോലെ, ഫ്രാൻസിസ് സേവനെ പോലെ, പുത്രേസയെ പോലെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. മിഷൻ പ്രവർത്തനം പോയിരിക്കുന്ന എല്ലാ മക്കളെയും, മിഷൻ പ്രവർത്തനത്തിനായി ഇറങ്ങിപ്പോകുന്ന വൈദികർ മാത്രമല്ല, സന്യാസികൾ മാത്രമല്ല, എല്ലാ ജനങ്ങളെയും അനുഗ്രഹിക്കാൻ പ്രാർത്ഥിക്കാം. ഇന്നത്തെ പരിശുദ്ധമായ വായനകളെല്ലാം നാം കണ്ടുമുട്ടുന്നത് നമ്മളെല്ലാവരും തന്നെ ഒരു പ്രേക്ഷിതനാണ് എന്ന വലിയൊരു ബോധ്യത്തിലേക്കാണ്. ഒന്നാം വായനയിൽ കർത്താവ് ഇസ്രായേൽ ജനതയെ തന്നെ എടുക്കുന്നു. അവിടെ സൈനസ് എന്ന രാജാവിനെയും സങ്കീർത്തനത്തിലെ ഈ പ്രപഞ്ചം മുഴുവൻ കർത്താവിൻ്റെ പ്രേക്ഷിത വേലയാണെന്ന് പറയുന്നു. പൗലോസ്ലീഹയുടെ ലേഖനത്തിലെ തെസ്സലോനിക്കരുടെ അടുക്കൽ പൗലോസ്ലീഹ പ്രേക്ഷിത പ്രവർത്തനം നടത്തുന്നു. യേശു കർത്താവ് ലോകം മുഴുവനും നമ്മുടെ ഹൃദയങ്ങളിലും വലിയ പ്രേക്ഷിതനായി നിലകൊള്ളുകയാണ്. അപ്പോൾ തീർച്ചയായും കർത്താവിൻ്റെ ചൈതന്യം നമ്മുടെ ഹൃദയങ്ങളെ ശക്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സുവിശേഷം നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ കുടുംബത്തിലും ലോകമെങ്ങും അറിയിക്കുവാനുള്ള ചൈതന്യം നമുക്ക് നൽകണമേ എന്ന് ഈ വിലയിൽ പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ പരിശുദ്ധമായ വിലയിൽ
വിശുദ്ധിയോടെ അർപ്പിക്കുവാൻ വന്നുപോയ പാപങ്ങൾ, തെറ്റുകൾ, ബലഹീനതകൾ നമുക്ക് ഒരുമിച്ച് ഏറ്റുമല്ല. ഇന്ന് പ്രത്യേകിച്ച് ജന്മദിനം ആഘോഷിക്കുന്ന എലിസബത്ത് സൈമൺ ആപ്പിള്ളിൽ, പ്രത്യേകമാമിനം ജന്മദിനമാണ് ടോം തോമസ് ചെട്ടി വീട്ടിൽ, എൻസൺ പാണേക്കാട്ട്. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന എല്ലാവരെയും, ഇന്ന് വിവാഹ വാർഷിക ദിനം ആഘോഷിക്കുന്ന കുരിക്കാട് നവീൻ ട്രൈസി ദമ്പതികളെയും മറ്റെല്ലാവരെയും അനുഗ്രഹിക്കണം. ഈ ബലിയിൽ പങ്കുചേരുന്ന ഓരോ മക്കളെയും കുടുംബങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് കരങ്ങൾ പോകാം. പാപങ്ങൾ, തെറ്റുകൾ, ബലഹീനതകൾ നമുക്ക് ഒരുമിച്ച് ഏറ്റുമെല്ലാം. സർവശക്തനായ ദൈവത്തോടും സഹോദരനെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ വിട, എൻ്റെ വിട, എൻ്റെ വലിയ വിട. ആകയാൽ നിരനെയായ വിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരുടെ വിശുദ്ധരോടും സഹോദരനെ നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണം. സർവശക്തനായ ദൈവം കഴിഞ്ഞ് പാപങ്ങൾ പുറത്തെ നമ്മെ നിത്യജീവനിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ.
സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ മാനസങ്ങളെപ്പോഴും അങ്ങേ തിരുവിഷ്ടത്തിനനുസൃതമായി മാറ്റുവാനും ആത്മാർത്ഥമായ ഹൃദയത്തോടുകൂടെ അങ്ങേ മഹിമയ്ക്ക് ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെ എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. ലോകമെങ്ങും അങ്ങേ സുവിശേഷം അറിയിക്കുവാനും അത് ജീവിക്കുവാനും ഞങ്ങളെയും പ്രാപ്തരാക്കേണം. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആണ്ടുവട്ടത്തിലെ 29-ാം ഞായർ ഒന്നാം വായന യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് 45-ാം അധ്യായം 1, 4, 6 തിരുവചനങ്ങൾ. രാജ്യങ്ങൾ കീഴടക്കുന്നതിനും രാജാക്കന്മാരുടെ അരപ്പട്ടകൾ അഴിക്കുന്നതിനും നഗര കവാടങ്ങൾ അടയ്ക്കപ്പെടാതെ തുറന്നിടുന്നതിനും വേണ്ടി ആരുടെ വലത് കൈയെ താൻ ഗ്രഹിച്ചിരുന്നുവോ തന്റെ അഭിഷിക്തനായ ആ സൈറസിനോട് കർത്താവ് അരുളിച്ചെയ്യുന്നു. എൻ്റെ ദാസനായ യാക്കോബിനും ഞാൻ തിരഞ്ഞെടുത്ത ഇസ്രായേലിനും വേണ്ടി ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിക്കുന്നു. നീ എന്നെ അറിയുന്നില്ലെങ്കിലും ഞാൻ നിന്നെ നിന്റെ പിതൃനാമത്തിൽ വിളിക്കുന്നു. ഞാനല്ലാതെ മറ്റൊരു കർത്താവില്ല, ഞാനല്ലാതെ മറ്റൊരു ദൈവവുമില്ല. നീ എന്നെ അറിയുന്നില്ലെങ്കിലും ഞാൻ നിന്റെ അരമുറുക്കും. കിഴക്കും പടിഞ്ഞാറുമുള്ള എല്ലാവരും ഞാനാണ് കർത്താവ്, ഞാനല്ലാതെ മറ്റൊരുവനില്ല എന്ന് അറിയുന്നതിന് വേണ്ടി തന്നെ. കർത്താവിന്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. ജനപദങ്ങളെ മഹത്വവും ശക്തിയും കർത്താവിനെ ഉദ്ഘോഷിക്കുവിൻ. ജനപദങ്ങളെ മഹത്വവും ശക്തിയും കർത്താവിന്റെ തന്നെ ഉദ്ഘോഷിക്കുവിൻ. കർത്താവിന് ഒരു പുതിയ കീർത്തനം ആലപിക്കുവിൻ. ഭൂമി മുഴുവൻ കർത്താവിനെ പാടി സ്തുതിക്കട്ടെ. ജനതകളിടയിൽ അവിടുത്തെ മഹത്വം പ്രഘോഷിക്കുവിൻ. ജനപദങ്ങളിടയിൽ അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ വർണ്ണിക്കുവിൻ. ജനപദങ്ങളെ മഹത്വവും ശക്തിയും കർത്താവിന്റെ ഉദ്ഘോഷിക്കുവിൻ. എന്തെന്നാൽ കർത്താവ് ഉന്നതനും അത്യന്തം സുദീർഘനുമാണ്, സകല ദേവന്മാരെക്കാൾ ഭയപ്പെടേണ്ടവരുമാണ്. ജനതകളുടെ ദേവന്മാർ വിഗ്രഹങ്ങൾ മാത്രം, എന്നാൽ കർത്താവ് ആകാശത്തിന്റെ സൃഷ്ടാവാണ്. ജനപദങ്ങളെ മഹത്വവും ശക്തിയും കർത്താവിന്റെ തന്നെ ഉദ്ഘോഷിക്കുവിൻ. ജനപദങ്ങളെ ഉദ്ഘോഷിക്കുവിൻ. മഹത്വവും ശക്തിയും കർത്താവിന്റെ തന്നെ ഉദ്ഘോഷിക്കുവിൻ. കർത്താവിന്റെ നാമത്തിന് ചേർന്ന വിധം അവിടുത്തെ മഹത്വപ്പെടുത്തുവിൻ. കാഴ്ചകളുമായി അവിടുത്തെ അങ്കണത്തിൽ പ്രവേശിക്കുവിൻ. ജനപദങ്ങളെ മഹത്വവും ശക്തിയും കർത്താവിന്റെ തന്നെ ഉദ്ഘോഷിക്കുവിൻ. വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞ് അവിടുത്തെ ആരാധിക്കുവിൻ. ഭൂമി മുഴുവൻ അവിടുത്തെ മുൻപിൽ ഭയന്ന് വിറയ്ക്കട്ടെ. ജനതകളുടെ ഇടയിൽ പ്രഘോഷിക്കുവിൻ. കർത്താവ് വാഴുന്നു, അവിടുന്ന് ജനതകളെ നീതിപൂർവം വിധിക്കും. ജനപദങ്ങളെ മഹത്വവും ശക്തിയും കർത്താവിന്റെ തന്നെ ഉദ്ഘോഷിക്കുവിൻ. രണ്ടാം വായന. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 1-ാം
ലേഖനത്തിൽ നിന്ന് 1-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. പൗലോസും സിൽവാനോസും തിമോത്തിയോസും ചേർന്ന് പിതാവായ ദൈവത്തിനും കർത്താവായ യേശുക്രിസ്തുവിനുമുള്ള തെസ്സലോനിക്കക്കാരുടെ സഭയ്ക്ക് എഴുതുന്നത്. നിങ്ങൾക്ക് കൃപയും സമാധാനവും. ഞങ്ങളുടെ പ്രാർത്ഥനകൾ സദാ നിങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് നിങ്ങളെല്ലാവർക്കും വേണ്ടി ദൈവത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു. നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ മുമ്പാകെ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയും സ്നേഹത്തിൻ്റെ പ്രയത്നവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള നിങ്ങളുടെ ദൃഢമായ പ്രത്യാശയും ഞങ്ങൾ അനുസ്മരിക്കുന്നു. ദൈവത്തിൻ്റെ വാത്സല്യഭാചനമായ സഹോദരരെ, നിങ്ങളെ അവിടുന്ന് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നെന്ന് ഞങ്ങൾ അറിയുന്നു. എന്തെന്നാൽ ഞങ്ങൾ നിങ്ങളെ സുവിശേഷം അറിയിച്ചത് വചനത്തിൽ മാത്രമല്ല, ശക്തിയിലും പരിശുദ്ധാത്മാവിലും ഉത്തമമായ ബോധ്യത്തോടും എത്രേ. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. നിങ്ങൾ ജീവന്റെ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ലോകത്തിൽ വെളിച്ചമായി പ്രകാശിക്കട്ടെ. കർത്താവ് നിങ്ങളോടുകൂടെ. വിശുദ്ധ മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷ വായന. അക്കാലത്ത് ഫരിസേയർ യേശുവിനെ എങ്ങനെ വാക്കിൽ കൊടുക്കാം എന്ന ആലോചന നടത്തി. അവർ തങ്ങളുടെ അനുയായികളെ ഹെരോദേസ് പക്ഷക്കാരുമൊത്ത് അവൻ്റെ അടുക്കലേക്ക് അയച്ചു. ഗുരുവേ, നീ സത്യവാനാണ്. ആരുടെയും മുഖം നോക്കാതെ നിർഭയമായി ദൈവത്തിൻ്റെ വഴികൾ സത്യമായും പഠിപ്പിക്കുന്നവനാണെന്ന് ഞങ്ങൾ അറിയാം. അതുകൊണ്ട് ഞങ്ങളോട് പറയുക, നിനക്കെന്ത് തോന്നുന്നു? സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമാണോ അല്ലയോ? അവരുടെ ദുഷ്ടത മനസ്സിലാക്കിക്കൊണ്ട് യേശു പറഞ്ഞു, കപടനാട്യക്കാരെ, നിങ്ങളെന്നെ പരീക്ഷിക്കുന്ന എന്തിന്? നികുതിക്കുള്ള നാണയം എന്നെ കാണിക്കുക. അവർ ധനാറ യേശുവയെ കാണിച്ചു. യേശു പറഞ്ഞു, ഈ രൂപം ലിഖിതം ആരുടേതാണ്? സീസറിൻ്റേത് എന്നവർ പറഞ്ഞു. യേശു പറഞ്ഞു, സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഇരിക്കുക പ്രിയമുള്ളവരെ. ഈശോയിലും പരിശുദ്ധ അമ്മയിലും വിശുദ്ധ പിതാവിലും ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ആണ്ടുവട്ടത്തിലെ 29ാമത്തെ ഞായറാണ്. നമ്മളിന്ന് സുവിശേഷങ്ങളിലൂടെ, ലേഖനങ്ങളിലൂടെ, 1-ാം വായനയിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഈ ദിവസത്തിൻ്റെ പ്രാധാന്യം വളരെ ശ്രേഷ്ഠമാണ്. നമുക്കറിയാലോ, ഒക്ടോബർ 3-ാമത്തെ ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ കത്തോലിക്ക തിരുസഭയെ സംബന്ധിച്ചിടത്തോളം സാർവത്രിക സഭ മിഷൻ പ്രവർത്തന ദിനമായിട്ട് ആചരിക്കും. അതായത് ലോകമെങ്ങും പോയി സുവിശേഷം അറിയിക്കുക. പരിശുദ്ധ പിതാവിൻ്റെ പ്രൊപഗേഷൻ ഓഫ് ഫെയ്ത്ത് എന്ന സംഘടനയിലേക്ക് നമ്മളെല്ലാവരും തന്നെ വിവിധങ്ങളായ പരിപാടികളിലൂടെ, അല്ലെങ്കിൽ ഭക്ഷണം കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ പരിശുദ്ധ പിതാവ് നൽകുന്ന മിഷൻ കവറിലൂടെ, വിവിധങ്ങളായ പരിപാടികൾ, ചാരിറ്റി പ്രവർത്തനങ്ങളെ പണം സ്വരൂപിച്ച് മാർപ്പാപ്പയ്ക്ക് നമ്മൾ അഴിച്ചു കൊടുക്കാറുണ്ട്. തീർച്ചയായും നമ്മുടെ എല്ലാവരുടെയും സഹായത്തോടു കൂടിയാണ്. ഈ വർഷം നമ്മൾ ഏകദേശം, നമ്മുടെ അതിരൂപത ഈ വർഷം ഏകദേശം 69 ലക്ഷം രൂപയാണ് മിഷൻ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പരിശുദ്ധ പിതാവിൻ്റെ മിഷൻ പ്രവർത്തനങ്ങൾക്ക് അഴിച്ചുകൊടുത്തത്. എല്ലാവരുടെയും സഹായത്തോടു കൂടിയാണ് അത് ചെയ്യുന്നത്. നമ്മൾ ഇന്ന് സുവിശേഷത്തിലൂടെയും വചനങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ എല്ലാത്തിനെയും കുറിച്ച് പറയുന്നത് ഒരു പ്രേക്ഷിത ചൈതന്യമാണ്. അതായത് 1-ാമത്തെ വായന ഏഷ്യ പ്രവാചകന്റെ പുസ്തകമാണ്. ഈശോ കർത്താവ് പറയുന്നു, ബാബിലോണിനെ നശിപ്പിച്ച, ബാബിലോണിനെ കീഴ്പ്പെടുത്തിയ പേർഷ്യൻ രാജാവായ സൈറസിനെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ്
കർത്താവ് തിരഞ്ഞെടുക്കുന്നത് നമുക്ക് മനസ്സിലാകില്ല. കർത്താവ് പറയുന്നു, സൈറസിന്റെ പിതാക്കന്മാരുടെ പിതാക്കന്മാരെ ഞാൻ തിരഞ്ഞെടുത്താണ്. യാക്കോബിന്റെ ഗോത്രത്തിൽ നിന്നാണ് ഈ സൈറസ് എന്ന വിജാതിന മനുഷ്യൻ കടന്നു വരിക. പ്രിയമുള്ളവരെ, ഇദ്ദേഹത്തെ കുറിച്ച് കർത്താവ് പറയുന്നത്, നീ എന്നെ അറിയില്ല എങ്കിൽ പോലെയും ഞാൻ നിന്നെ അരയ്ക്ക് കെട്ടി രാജ്യങ്ങൾ കീഴടക്കുന്നതിനും എന്റെ സുവിശേഷം അറിയിക്കുന്നതിനും വേണ്ടി ഞാൻ നിന്നെ തിരഞ്ഞെടുക്കുമെന്ന് പറയുക. കർത്താവിന്റെ തിരഞ്ഞെടുപ്പ് ആരെയെന്ന് നമുക്കറിയാൻ സാധിക്കില്ല. പ്രിയമുള്ളവരെ, ഓർത്തുക, നമ്മൾ ഇസ്രായേൽ ജനതയെ ദൈവം തിരഞ്ഞെടുത്തുവല്ലോ. അബ്രഹാത്തെ വിളിക്കുന്നു, അബ്രഹാമേ, ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ പറയുന്നിടത്തേക്ക് നീ പോകുക. അതായത് പ്രേക്ഷിതയിലേക്കായി, സുവിശേഷത്തിനായി, കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ വേണ്ടി അബ്രഹാത്തെ തിരഞ്ഞെടുത്തു. അതുപോലെ ഇതാ ഇസ്രായേൽ ജനതയെ തിരഞ്ഞെടുത്ത പോലെ കർത്താവ് സൈറസിനെ തിരഞ്ഞെടുത്തു. എന്തിനു വേണ്ടിയാണ്? ഇസ്രായേൽ ജനത ബാബിലോൺ രാജാക്കന്മാരാൽ ആക്രമിക്കപ്പെട്ടു, ചിതറിക്കപ്പെട്ടു പോയി. ലോകം മുഴുവനും ഇസ്രായേൽ ജനത ചിതറിക്കപ്പെട്ടു പോയി. എന്നാൽ സൈറസ് വന്ന് ലോകം മുഴുവനെ കീഴടക്കിയപ്പോൾ ലോകത്തിന് 4 കോർണറുകളും 4 മൂലകളെ എല്ലാ ജനങ്ങളെയും, ഇന്ത്യയിൽ പോലും അദ്ദേഹം വന്നെന്ന് പറയും, ഈ ലോകം മുഴുവനെ കീഴടക്കി കഴിഞ്ഞപ്പോൾ ഇസ്രായേൽക്കാർക്ക്, യഹൂദന്മാർക്ക് വീണ്ടും ജെറുസലേമിലേക്ക് തിരിച്ചു വരാനും ജെറുസലേം ദേവാലയം പണിതീർത്തുവാനുള്ള അനുഗ്രഹം നൽകിയ കൽപ്പന പുറപ്പെടുവിക്കുക. ഇപ്പൊ ദൈവികമായ കൽപ്പനകൾ പുറപ്പെടുവിക്കുവാൻ ഈ സൈറസ് രാജാവിനെ ദൈവം തിരഞ്ഞെടുത്തു. ഇന്നത്തെ പ്രതിവേദന സങ്കീർത്തനം ദൈവത്തിന്റെ മഹത്വം ഭൂമിയിലെങ്ങും പ്രഘോഷിക്കുക. അത് കർത്താവിന്റെ മഹത്വം ലോകമെങ്ങും പ്രഘോഷിക്കുക. നമുക്കറിയാലോ, പേർഷ്യൻ രാജാവ് വന്നാലും, റോമൻ സംസ്കാരം വന്നാലും, അല്ലെങ്കിൽ ബാബിലോണിയൻ സംസ്കാരം വന്നാലും, ഏത് സംസ്കാരം എന്ത് വന്നാലും ശരി, അതെല്ലാം കുറെ കഴിയുമ്പോൾ കടന്നു പോകും. ഈ മനുഷ്യരെല്ലാവരും എന്തെല്ലാം സംസ്കാരങ്ങൾ ഇങ്ങനെ കെട്ടി ഉയർത്തിയാലും അതെല്ലാം കടന്നു പോകും. ദൈവികമായ സംസ്കാരം നിലനിൽക്കും. അതുകൊണ്ട് കർത്താവിന്റെ സുവിശേഷം, കർത്താവിന്റെ മഹത്വം ലോകത്തിലെ എല്ലാ മേഖലകളിലും നിറഞ്ഞു നിൽക്കുമെന്നാണ് പറയുക. അപ്പൊ ദൈവമഹത്വം ഭംഗിയായിട്ട് പ്രഘോഷിക്കണമെന്ന് പ്രതിവേദന സങ്കീർത്തനം പറയുന്നു. വീണ്ടും പൗലോസ് ശ്ലീഹ വലിയൊരു പ്രേക്ഷിതനാണ്. അദ്ദേഹം 2-ാമത്തെ വാരയിൽ തെസ്സലോനിക്ക സഭയിലേക്ക് അദ്ദേഹം ചെല്ലുകയാണ്. അദ്ദേഹം ചെന്ന് അവിടെ കർത്താവിന്റെ സുവിശേഷം പ്രഘോഷിക്കുന്നു. ജനങ്ങളെല്ലാം കർത്താവിനാൽ ആകർഷകരായിത്തീരുകയാണ്. അദ്ദേഹം പറയുന്നു, നിങ്ങൾ എപ്പോഴും കർത്താവിന്റെ വിശ്വാസത്തെ വളരുക. നമുക്ക് എപ്പോഴും ദൈവത്തിലുള്ള വിശ്വാസം ഉണ്ടായിരിക്കണം. 2-ാമത് പറയുന്നു, നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും സ്നേഹത്തോടെ ചെയ്യുക. 3-ാമതായി, നിങ്ങൾ സ്വർഗീയമായ ദൃഢവിശ്വാസം ജീവിക്കുക. നമുക്കൊരു പ്രത്യാശയുണ്ട്, സ്വർഗത്തിൽ എത്തിച്ചേരുമെന്ന വലിയ പ്രത്യാശ. അപ്പൊ മലസ്ലീഹയും ഈ തെസ്സലോനിക്കക്കാർക്ക് കർത്താവിനെ പ്രേക്ഷിതം ചെയ്യുന്നു. ഇനി ലോകത്തിലെ ഏറ്റവും വലിയ പ്രേക്ഷിതൻ ആരാണ്? അത് കർത്താവായ ഈശോയാണ്. കർത്താവായ ഈശോയാണ് ലോകത്തിലെ എല്ലാ ജനങ്ങളിലേക്കും ഈ സുവിശേഷം ആദ്യം അറിയിക്കാം. അത് സ്ലീഹന്മാരിലൂടെ എല്ലാ ജനങ്ങളിലൂടെയും ഏറ്റവും ആദ്യം സുവിശേഷം അറിയിക്കുന്നത് കർത്താവായ ഈശോയാണ്. കർത്താവായ ഈശോയാണ് നമ്മളെല്ലാവരും ഏറ്റവും വലിയ പ്രേക്ഷിതനായി നമ്മുടെ ഹൃദയത്തിൽ കാണേണ്ടത്. കർത്താവ് പറയുന്നു, നിങ്ങൾ സ്നേഹത്തോടെ ജീവിക്കുക, ക്ഷമയോടെ ജീവിക്കുക, നിങ്ങൾ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് കുടുംബത്തെ പോറ്റുക, മറ്റുള്ളവരെ സഹായിക്കുക. ഇങ്ങനെ കർത്താവിന്റെ ഈ സുവിശേഷ വേല ഭംഗിയായി നമ്മൾ ചെയ്യുക. ഇതാണ് പ്രിയമുള്ളവരെ ഇന്നത്തെ സുവിശേഷത്തിലും വായനകളൊക്കെ നാം കാണുക. സുവിശേഷത്തിലെ കർത്താവിനെ വാക്കിൽ കൊടുക്കാൻ വേണ്ടി പരിസേർ വരികയാണ്. പരിസേർക്കറിയാം, ഈശോ ഇങ്ങനെ വചനം പറഞ്ഞ് എല്ലാവർക്കും രോഗശാന്തി നൽകി, മരിച്ചവരെ ഏൽപ്പിച്ച് അന്തര കാഴ്ച നൽകി, ചെകിടിന്റെ കേൾവി ശക്തി നൽകി, കുഷ്ഠരോഗികളെ സൗഖ്യപ്പെടുത്തിയൊക്കെ മുന്നേറുമ്പോൾ ജനങ്ങളെല്ലാം ഈശോയുടെ കൂടെ പോവുകയാണ്. പരിസേര് അവർക്കെല്ലാം ഈശോയുടെ ഉറപ്പാണ്. പരിസേർക്കും നിയമിച്ചതെല്ലാം ഈശോയെ കുടുക്കുവാൻ വേണ്ടി അവർ ഹേറോദേസ് ഭാഷക്കാരായ റോമാക്കാരെ വിളിക്കുക. ഹേറോദേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ, കർത്താവിനെ ഉണ്ണീശോയെ കൊല്ലുവാൻ പോയ കുടുംബത്തിലെ രാജാവാണ്. അദ്ദേഹം, ഈ ഹെറോദേസ് രാജാവ്, യഹൂദ ജനതയോട് വലിയ മതിപ്പില്ല. അതുകൊണ്ടാണ് റോമാക്കാർക്ക് സ്വന്തം യൂദയ ദേശം ഇസ്രായേൽ വിട്ടുകൊടുക്കുക, റോമാക്കാർ വന്ന് ആക്രമിച്ച് കീഴ്പ്പെടുത്തി ജീവിച്ചു കൊടുക്കുക. അപ്പൊ അവിടെയാണ് ഈശോ വരുന്നത്. ഈശോ ഇസ്രായേൽ ജനതയ്ക്ക് താങ്ങായി തണലായി വരുമ്പോൾ പ്രിയമുള്ളവരെ, ജനം മുഴുവനും ഈശോയുടെ കൂടെ പോകുമെന്ന് പരിസേര് നിയമിച്ചതൊക്കെ പേടിക്കുകയാണ്. അതുകൊണ്ടാണ് ശത്രുക്കളായിരുന്ന റോമാക്കാരെ ഈ പരിസേർ കൂട്ടുപിടിക്കുന്നു. ഈ പരിസേർ കൂട്ടുപിടിച്ചിട്ട് ഈശോയോട് ചോദിക്കുകയാണ്, സീസറിന് കപ്പം കൊടുക്കുന്നത്, നീതി കൊടുക്കുന്നത് ന്യായമാണ്? നിങ്ങൾ ഞാനൊക്കെ നികുതി കൊടുക്കുന്നവരാണ്. ഇന്ന് പണ്ട് നമുക്കറിയാമല്ലോ, നമ്മളെ മഹാത്മാഗാന്ധിച്ച് പോലും ഉപ്പിന് പോലും നികുതി കൊടുക്കാൻ വേണ്ടി ഈ ബ്രിട്ടീഷ് സാമ്രാജ്യം ഉയരുമ്പോൾ മഹാത്മാ
ദണ്ഡയാത്ര നടത്തി ഉപ്പിന് നികുതി കൊടുക്കരുത് തന്നെയാണ് പറയും. പക്ഷെ ഇന്ന് ആ വലിയ നിയമം GST ആയിട്ട് മാറി. എല്ലാവരും എല്ലാത്തിനും നികുതി കൊടുത്തേ പറ്റും. നികുതി കൊടുക്കുക, കാരണം രാഷ്ട്രത്തിന് ഒരു നികുതി ഉണ്ടെങ്കിൽ അതെല്ലാവരും തന്നെ കൊടുത്തേ പറ്റും. ഈശോ വളരെ വ്യക്തമായിട്ട് ഈ പരിസരുടെയും ഹെരോദാവ് പക്ഷക്കാരുടെയും ചോദ്യങ്ങളെ ഖണ്ഡിക്കുകയാണ്. ഈശോ പറയുന്നുണ്ട്, സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കണം. ഒരു രാജ്യത്തിന് നിയമമുണ്ടെങ്കിൽ അതെല്ലാവരും പാലിക്കണം. രാജ്യത്തിന്റെ സുസ്ഥിതിക്കും നന്മയ്ക്കും വേണ്ടി അത് പാലിക്കണം. പക്ഷേ രാജ്യത്തിലെ ഭരണാധികാരികൾ നമ്മളെ ഒരിക്കലും അടിച്ചമർത്താൻ പാടില്ല. അവരുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി, അവരുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി ജനത്തെ അടിച്ചമർത്താൻ പാടില്ല. മറിച്ച് ദൈവീകമായ ഇഷ്ടം എല്ലാത്തിനേക്കാളും മുകളിലായിട്ട് കൊടുക്കണം. അതുകൊണ്ട് ഈശോ പറയുന്നത് ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കുക എന്ന്. അതായത് ദൈവം എന്താണ് പറയുന്നത്? ഈ ഭൗമികമായ രാജാക്കന്മാരും രാഷ്ട്രീയ അധികാരികളും 3, 4, 5 വർഷം അല്ലെങ്കിൽ 10 വർഷം കഴിയുമ്പോൾ അവരെല്ലാം കടന്നു പോകും. എന്നാൽ ദൈവീകമായ നിയമങ്ങൾ ഒരിക്കലും കടന്നു പോകും. അതുകൊണ്ട് ഈശോ പറയുന്നത് ആകാശവും ഭൂമിയും കടന്നു പോയാലും ശരി, എൻ്റെ വചനത്തിന് വള്ളി വ്യത്യാസം വരില്ല. പ്രിയമുള്ളവരെ, 2000, 4000 വർഷങ്ങൾ കഴിഞ്ഞാലും കർത്താവിനെ ആരാധിക്കുന്ന, കർത്താവിനെ സ്നേഹിക്കുന്ന മകനും മകളുമായി തീരുക. കർത്താവിനെ സ്നേഹിക്കുന്ന, കർത്താവിനെ വണങ്ങുന്ന ഭൗതികമായ നിയമങ്ങളെല്ലാം തന്നെ രാഷ്ട്രത്തിലെ നിയമങ്ങളാട്ടെ, അല്ലെങ്കിൽ രാഷ്ട്രത്തിലെ അധികാരികൾ നിയമങ്ങളാട്ടെ, അതെല്ലാം മനുഷ്യരെ അടിച്ചേൽപ്പിക്കുന്നതായിട്ട് മനസ്സ് എല്ലാവരും സഹായിക്കുന്നതായിട്ടാണ്. ഈശോയെ അതിനേക്കാളെല്ലാം മുകളിലായിട്ട്, എല്ലാ നിയമങ്ങളെക്കാളും മുകളിലായിട്ട് കർത്താവിനെ സ്നേഹിക്കുകയും കർത്താവിനെ ആരാധിക്കുകയും ചെയ്യണം. പ്രിയമുള്ളവരെ, ഈ വിഷയ ഞായറാഴ്ച പ്രത്യേകം മനസ്സിൽ നാം കുറിച്ചിടേണ്ട ഒരു കാര്യമാണ്. ഈശോയെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്ന മകനാണ്, അങ്ങയെ സ്നേഹിക്കുന്ന മകളാണ് എന്നൊരു വലിയ ചിന്ത ഹൃദയത്തിലുണ്ടാണ്. ഈശോയ്ക്ക് വേണ്ടി മരിക്കുകയും ഈശോയ്ക്ക് വേണ്ടി ലോകം മുഴുവനും പ്രേക്ഷിതപ്രവർത്തനം നടത്തിയ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിനെ ഓർക്കണം. നമ്മുടെ ഇന്ത്യയുടെ മണ്ണിൽ വരികയും നമ്മുടെ സമ്പാളൂർ എന്ന സ്ഥലത്തും കൂടാതെ നമ്മുടെ ഗോവയിലുമെല്ലാം ഇപ്പോഴും കർത്താവിന് വേണ്ടി വേല ചെയ്ത് കർത്താവിന് വേണ്ടി മരിക്കുകയും ചെയ്ത പ്രത്യേകിച്ച് ഫ്രാൻസിസ് സേവ്യറിനെ ഓർക്കുക. അദ്ദേഹത്തിന്റെ ശരീരം എപ്പോഴും അഴിയാതെ ഗോവയിലൂടെ നമുക്കറിയാം. വീണ്ടും വിശുദ്ധ കൊത്രേസ്യ ഓർക്കുക. ലോകത്തെങ്ങും പോയി കൊത്രേസ്യ സുവിശേഷം പ്രഘോഷിച്ചില്ല. ഫ്രാൻസിസ് സേവ്യറിനെ പോലെ കൊത്രേസ്യ പുണ്യാളത്തെ കോൺവെന്റിലെ 4 വാതിൽകൾക്കുള്ളിൽ ഈ പ്രേക്ഷിതവേലയ്ക്ക് പോകുന്ന പുരോഹിതർക്ക് വേണ്ടി, കന്യാസ്ത്രീകൾക്ക് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി കർത്താവ് പ്രാർത്ഥിച്ച മകളാണ് കൊത്രേസ്യ പുണ്യാളത്തെ. അപ്പൊ തീർച്ചയായിട്ടും ദൈവമായ കർത്താവ് പറഞ്ഞ വചനം ഓർക്കുക. നിങ്ങൾ ലോകമെങ്ങും പോയി എന്റെ സുവിശേഷം അറിയിക്കുക. നമുക്ക് വേണ്ടി നമ്മുടെ ഹൃദയങ്ങളിൽ കർത്താവിന്റെ സുവിശേഷം നൽകിയ ഒത്തിരി അച്ഛന്മാരും സിസ്റ്റേഴ്സും ഒത്തിരി മാതാപിതാക്കളും നമുക്കുണ്ട്. അവർ നൽകിയ വലിയ കൃപ നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. വീണ്ടും ഓർക്കാം പ്രിയമുള്ളവരെ, ചോദ്യങ്ങളും കുറ്റപ്പെടുത്തലുകളും തള്ളപ്പെടുത്തലുകളും ഒക്കെ ഉണ്ടാകും, തള്ളിക്കളയുന്നൊക്കെ. പക്ഷേ ആരെല്ലാം നമുക്ക് സുവിശേഷം പറഞ്ഞു തന്നു, ആരെല്ലാം നമ്മെ സുവിശേഷ വേലയെ പഠിപ്പിച്ചോ, ആരെല്ലാം കുടുംബ പ്രാർത്ഥനയിലും ദീപനയിലും നൊവേനയിലും ആരാധനയിലും ബൈബിൾ വായിക്കാനും കത്തോലിക്ക സഭയുടെ സത്യങ്ങളൊക്കെ പഠിപ്പിച്ചോ, അവരെയൊക്കെ നമ്മൾ ബഹുമാനിക്കണം. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനൊപ്പം അവർക്ക് ഇടർച്ച പറ്റിയാലും, ആരെല്ലാം ഇടർച്ച വന്ന് വീണു പോയാലും നമ്മൾ വീണു പോകരുത്. കർത്താവിന്റെ സന്നിധിയിൽ കർത്താവിനെ കീഴ്പ്പെടുത്തുവാൻ, കുറ്റപ്പെടുത്തുവാൻ, ഒടുക്കുവാൻ വേണ്ടി വന്നെങ്കിലും കർത്താവ് വീഴുന്നില്ല. കർത്താവ് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ആരെല്ലാം നമുക്ക് നന്മകൾ ചെയ്ത് വലിയ അനുഗ്രഹം ചെയ്ത് കടന്നു പോയിട്ടും വീണുപോയാൽ അവരെ കുറ്റപ്പെടുത്തില്ല, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതിനൊപ്പം നമ്മൾ വീഴാതിരിക്കാൻ വേണ്ടി നമ്മളെപ്പോഴും ശക്തമായി ദൈവസന്നിധിയെ പ്രാർത്ഥിക്കുകയും നന്മകൾ ചെയ്യുകയും ചെയ്യും. അങ്ങനെയാണ് മറ്റുള്ളവരും ആര് നമ്മെ കൊടുക്കാൻ വന്നാലും കർത്താവ് കൂടെയുണ്ട്. കർത്താവ് ശക്തമായ കൃപയിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന വലിയ ബോധ്യത്തോടെ വളരുക. ഈശോയുടെ ഈ സുവിശേഷ പ്രേക്ഷിതവേലയിൽ പരിശുദ്ധ പിതാവിൻ്റെ ശക്തമായ വാക്യങ്ങൾ മനസ്സിൽ കുറിച്ചിടണം. പരിശുദ്ധ പിതാവ് നമ്മോട് പറയുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ഇതാ, ഞാൻ നിന്നെ അழைക്കുന്നു എന്ന് പറയുക. നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ ജോലി സ്ഥലത്തും നമ്മൾ ആരെല്ലാമായി ഇടപെടുന്നു, അവിടെയെല്ലാം കർത്താവിൻ്റെ സുവിശേഷമായി, കർത്താവിൻ്റെ പ്രേക്ഷിതനായി എല്ലാവരെയും അനുഗ്രഹമായി തരുവാനും ഈ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമുക്ക് എഴുന്നേറ്റുന്ന വിശ്വാസമാണ്. എല്ലാവരും കൊച്ചത്തിൽ ഒരുമിച്ച് ഏറ്റുവരിക. നമുക്കറിയാം, ഇന്ന് നമ്മുടെ പിതാവ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ആരോടും നിർബന്ധപൂർവ്വം മിഷൻ പ്രവർത്തനങ്ങൾക്ക് കളക്ട് ചെയ്യരുത്. ഈ കോവിഡ് കാലത്ത്, കൊറോണ കാലഘട്ടത്തിൽ ആരോടും
മിഷൻ സംഭാവന നിർബന്ധമൂലം കളക്ട് ചെയ്ത് ജനങ്ങൾ തരുന്നത് വാങ്ങിച്ച് അതിലൂടെ ഏൽപ്പിക്കാൻ വേണ്ടി ഇപ്പോൾ ചേച്ചി നിങ്ങളുടെ അടുക്കലേക്ക് വരും. പറ്റുന്ന രീതിയിൽ നിങ്ങൾ സഹായിക്കാം. ഒരുമിച്ച് കരങ്ങൾ കോപ്പി ഉച്ചത്തിൽ ഏറ്റുവരുക. ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, സ്വർഗത്തിലെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യമായ എല്ലാത്തിനെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനായ ഏകദൈവത്തിൽ എല്ലാ യുഗങ്ങൾക്കും പിതാവ് ജനിച്ചതുമായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിനുള്ള ദൈവം, പ്രകാശമുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും, ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവൻ പിതാവുമായ സത്യലേഖനമായ അവിടുന്ന് വഴിയാണ് സ്ഥലം സൃഷ്ടിക്കപ്പെട്ട് മനുഷ്യനായ നമുക്ക് വേണ്ടി, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അവിടുന്ന് സ്വർഗ്ഗത്തിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തെ ശരീരം സ്വീകരിച്ചു മനുഷ്യനായി തീർന്ന് കാലത്ത് നമുക്ക് വേണ്ടി കുരിശിക്കപ്പെട്ട് പീഡ സഹിച്ച് മനുഷ്യരെ അടക്കപ്പെട്ട് വിസ്തൃതിനനുസരിച്ച് മൂന്നാം ദിവസം ഉയർക്കുകയും സ്വർഗ്ഗത്തിലേക്ക് ആരോപണം ചെയ്യുകയും പിതാവിൻ്റെ വലത്തുവാതിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെ മനുഷ്യരെ ഭരിക്കുവാൻ അവിടെ മകത്തുന്നവരെ വീണ്ടും വരും. അവിടെ രാജ്യത്തിന് അവസാനമുണ്ടാകുകയില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രൻ പുറപ്പെടുന്നവൻ, പിതാവിനോടും പുത്രനോടൊപ്പം ആരാധിക്കപ്പെടുന്ന ശ്രദ്ധിക്കപ്പെടുന്നവൻ, പ്രവാചകമായി സംസാരിച്ചതുമായ പരിശുദ്ധാത്മാവിനെ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപസ്തലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാവങ്ങളെ മതത്തിനായുള്ള ഏകദിനസ്നാനം ഞാൻ ഏറ്റുപറയുന്നു. മനുഷ്യരുടെ എളുപ്പം വരാനുകളുടെ ഒരു ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരി സഹോദരന്മാരെ, ലോകം മുഴുവനും മിഷൻ ഞായറാഴ്ച ആഘോഷിക്കുമ്പോൾ നമ്മുടെ നിരവധി ആവശ്യങ്ങൾ കർത്താവ് സന്നിധിയെ സമർപ്പിച്ച് കർത്താവെ പ്രാർത്ഥന കേൾക്കണമെന്ന് ഏറ്റുമില്ല. നമ്മളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടി, എല്ലാ കർദിനാൾമാർക്ക് വേണ്ടി, അഭിവന്യ വരാപ്പുഴ മെത്രാപ്പൊലീത്ത ജോസഫ് പറമ്പിൽ പിതാവിന് വേണ്ടി, മറ്റെല്ലാ മെത്രാന്മാർ, എല്ലാ വൈദികരും, എല്ലാ സന്യാസികളും, എല്ലാ ജനങ്ങളും ഉൾപ്പെടെ സഭയെ സ്നേഹത്താൽ കാത്തുകൊള്ളണമേ എന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. രാഷ്ട്രത്തിന്റെ അധിപന്മാർക്ക് വേണ്ടി, അവരുടെ സഹപ്രവർത്തകർക്ക് വേണ്ടി, പൊതുജനമേക്കാർ പ്രവർത്തിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കരയിലും കടലിലും ആകാശത്ത് യാത്ര ചെയ്യുന്നവർ, തടവിൽ പെട്ടുപോയി, കാരാഗ്രഹത്തിൽ പെട്ടുപോയി എല്ലാവരെയും മോചിപ്പിക്കുകയും എല്ലാവർക്കും സ്നേഹവും നന്മയും അനുഗ്രഹവും പ്രദാനം ചെയ്യണമേ എന്ന് നമുക്ക് കർത്താവ് പ്രാർത്ഥിക്കാം. ദൈവത്തിലുള്ള ഭക്തിയാലും വിശ്വാസത്തിലും നമ്മുടെ കുടുംബങ്ങളിലും ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ആഴമായ വിശ്വാസവും കർത്താവിന്റെ വചനങ്ങളും കർത്താവിന്റെ സ്നേഹവും കർത്താവ് നന്മകളും കോരിയിട്ട് എല്ലാവരും അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയാണ് വിശുദ്ധിയോടെ നമ്മൾ ദൈവികമായ ആഹ്വാനപ്രകാരം നമ്മുടെ ഹൃദയങ്ങളും കുടുംബങ്ങളും ലോകത്തും സുവിശേഷമായി ജീവിക്കുവാൻ ആയിത്തരുവാൻ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ഈ കാലഘട്ടങ്ങളിൽ കൊറോണ എന്ന രോഗത്താൽ പ്രയാസം അനുഭവിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും, എല്ലാ യുവതിമാക്കളെയും, എല്ലാ മാതാപിതാക്കളെയും, രോഗികളായി കഴിയുന്ന എല്ലാവരെയും സൗഖ്യപ്പെടുത്തി ആരോഗ്യം നൽകി കാക്കണമെന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളിൽ ജോലിയില്ലാതെ വിഷമിക്കുന്ന ഓരോ മക്കളെയും ജോലി നൽകി സാമ്പത്തിക ഉയർച്ച നൽകി കാക്കണമെന്ന് പ്രാർത്ഥിക്കാം. കുടുംബങ്ങളിലെ സങ്കടങ്ങളും ദുഃഖങ്ങളും ഈശ്വരകർത്താവെ സന്തോഷമാക്കി മാറ്റണമെന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് മരിച്ചുപോയ നമ്മുടെ പ്രിയപ്പെട്ട സ്വർഗത്തെ സ്വീകരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ജന്മദിനം ആഘോഷിക്കുന്ന, വിവാഹവാർഷികം ആഘോഷിക്കുന്ന നവീൻ ട്രേസി ദമ്പതികളെയും മറ്റെല്ലാവരെയും അനുഗ്രഹിക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ജീവന്റെ പരിശുദ്ധമായി
സ്നേഹം നിറഞ്ഞവരെ, നമ്മളെല്ലാവരും ഒന്ന് ചേർന്നർപ്പിക്കുന്ന ഈ പരിശുദ്ധമായ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിനെ സ്വീകാര്യമാകാൻ നിങ്ങൾ പ്രാർത്ഥിക്കുവേൻ. തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ വേണ്ടി നന്മയ്ക്കുമായി അംഗീകാരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. സ്വതന്ത്രമായ മനസ്സോടെ അങ്ങേ ദാനങ്ങൾ ആദരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുന്നു. അങ്ങനെ ഞങ്ങളെ ശുദ്ധീകരിക്കുന്ന അങ്ങേ കൃപയാൽ ഞങ്ങൾ ശുശ്രൂഷിക്കുന്ന രഹസ്യം വഴി ഞങ്ങളെ പരിശുദ്ധരായി നിർമ്മലരായി കാത്തുകൊള്ളുക. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിൽ നന്ദി സർവശക്തനായ കർത്താവേ, പരിശുദ്ധനായ ദൈവമേ, നിത്യനായ കർത്താവേ, എന്നും എന്നേരവും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണ്. രഹസ്യം അവിടുന്ന് നിർവഹിച്ചു. ഈ രക്ഷാകരമായ കർമ്മം വിസ്മരണീയമായിരിക്കുന്നു. അതുവഴി പാപത്തിന്റെയും മരണത്തിന്റെയും ദുഃഖത്തിൽ നിന്നും അങ്ങേ മഹത്വത്തിലേക്ക് ഞങ്ങളെ വിളിക്കുകയും അങ്ങേ തിരഞ്ഞെടുത്ത ജനം, രാജകീയ പൗരോഹിത്യം, വിശുദ്ധമായ ജനം, സ്വന്തമാക്കിയ ജനം എന്ന് ഞങ്ങൾ അറിയപ്പെടുകയും അങ്ങേ അത്ഭുതകൃത്യം എല്ലായിടത്തും പ്രഘോഷിക്കുവാനും അന്ധകാരത്തിൽ നിന്നും അങ്ങേ വിസ്മരണീയമായ പ്രകാശത്തിലേക്ക് ഞങ്ങളെ വിളിക്കുകയും ചെയ്യുന്നു. ആകയാൽ എല്ലാ മാലാഖമാരോടും എല്ലാ വിശുദ്ധരോടും ചേർന്ന് ഞങ്ങളെല്ലാവരും താഴ്മയോടെ ആദരിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ കർത്താവ് ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങി മഹിമകളാൽ നിറഞ്ഞ
എല്ലാവരെയും വിളിക്കാം. കർത്താവിനെ ആരാധിക്കണം. കർത്താവിന്റെ മഹത്വം ലോകമെങ്ങും പ്രഘോഷിക്കും. എല്ലാവർക്കും കർത്താവിന്റെ വിശ്വാസത്തിലേക്ക്, സ്നേഹത്തിലേക്ക്, സ്വർഗീയമായ മഹത്വത്തിലേക്ക് വരാൻ കടപ്പെട്ടവർ. നമ്മൾ ഒരിക്കലും ഇടറിപ്പോകാതിരിക്കുക. എന്തെല്ലാം ലോകത്ത് സംഭവിച്ചാലും കർത്താവിനോടുള്ള സ്നേഹം, അതാണ് എന്നെ പിടിച്ചു നിർത്തുക എന്ന വലിയ ചൈതന്യത്തിലേക്ക്. മറ്റൊന്നുമല്ല, കർത്താവിന്റെ സ്നേഹം, ദൈവത്തോട് സ്നേഹം, എല്ലാത്തിനേക്കാൾ ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുന്ന മകനായി തീരാൻ കാര്യങ്ങൾ നോക്കി പരിശുദ്ധിയോടെ അവിടുത്തെ മകളായി നമുക്ക് പ്രാർത്ഥിക്കാം. സർവവിശുദ്ധിയുടെയും ഉറവിടമായ സത്യമായും ആകയാലങ്ങേ ആത്മാ മഞ്ഞുകണങ്ങൾ പോലെ ഈ കാണിക്കകൾ അങ്ങനെ ഞങ്ങൾക്ക് ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാനാകട്ടെ. അവിടുന്ന് വീണാസകലം സ്വയമേൽപ്പിച്ചു കൊടുത്ത രാത്രി പാവനമാതൃക്കരങ്ങളിൽ അപ്പമെടുത്ത് പിതാവായ അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചു തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് കൽപ്പിച്ചു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കും. എന്തെന്നാൽ നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എന്റെ ശരീരം. ദൈവമേ ആരാധന.
വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പവും അങ്ങേ ദ്രവമേ നിൽക്കുവാൻ, അങ്ങേ സ്നേഹിക്കുവാൻ ഈ എളിയവരും പാപികളുമായി ഞങ്ങളെ അർഹരാക്കി തീർത്തതിന് നന്ദി പറയുന്നു. ജീവന്റെ അപ്പവും രക്ഷയുടെ മാനപാത്രവും ഞങ്ങൾ അങ്ങേ കിടപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേർന്ന ഞങ്ങളെല്ലാവരെയും പരിശുദ്ധാത്മാവിനാൽ ഒന്നാച്ചേർക്കണമേ. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ തിരുസഭയെ ഓർക്കണം. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടി, എല്ലാ കർദിനാൾമാർക്ക് വേണ്ടി, അഭിവന്യ ജോസഫ് വളത്തുപറമ്പിൽ വരാപ്പുഴ മെത്രാപ്പൊലീത്തയ്ക്ക് വേണ്ടി, മറ്റെല്ലാ മെത്രാന്മാർ, വൈദികർ, സന്യാസികൾ, അൽമാരിൽ ഉൾപ്പെട്ട സഭയിൽ സ്നേഹത്തിന്റെ പൂർണ്ണതയിലെത്തിക്കണം. ദൈവമേ, ഈ ഭൂമിയിൽ നിന്ന് അങ്ങ് വിളിച്ച ഞങ്ങളുടെ കുടുംബങ്ങളെ മരിച്ചുപോയ, ഈ ലോകത്ത് മരണമടഞ്ഞ എല്ലാവർക്കും സ്വർഗ സൗഭാഗ്യം നൽകണം. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നത്, ഇന്ന് വിവാഹ വാർഷികം ആഘോഷിക്കുന്നത്, ഇന്ന് പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് യാചിച്ചിരിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണം. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോട്, ആ കന്യയുടെ ഭർത്താവ് സർവ്വത്രിക സഭയുടെ മധ്യസ്ഥൻ, ഞങ്ങളുടെ സ്വകീയ മധ്യസ്ഥമായ അവസരപിതാവ് അപസലഗ്രഹത്തോട് എല്ലാ വിശുദ്ധത്തിലും നിത്യനെ പങ്കുചേരുവാൻ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു വഴി ഞങ്ങളെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുവാനാകട്ടെ. കരങ്ങൾ കൊണ്ട് ത്രിയേക ദൈവത്തെ ഒരുമിച്ച് ഭക്തിപരമാരാകുന്നു. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവം പിതാവായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായി ലയിക്കും എല്ലാ വകയും ആരാധനയും എന്നും എന്നേക്കും. എല്ലാവർക്കും എഴുന്നേറ്റേക്കാം, കരങ്ങൾ നേർത്ത് പഠിക്കാം. യേശു പഠിപ്പിച്ച സ്വർഗസ്വനായ പ്രാർത്ഥന ഹൃദയം, മനസ്സും കണ്ണുകളും സ്വർഗത്തിലേക്ക് ഉയർത്തിയേറ്റുവെല്ലാം. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഭാഗ്യമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളെ തെറ്റുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളെ ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രാപനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിരുമേനി രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിലും മോചിക്കണം. ഈ കാലയളവിലും ഞങ്ങൾക്ക് എല്ലാവർക്കും സമാധാനം നൽകണമേ. അനുഗ്രഹപൂർവമായ പ്രത്യാശ ഞങ്ങൾ യേശുവിനായ യേശുക്രിസ്തുവിന്റെ ആഗമനം പ്രതീക്ഷിച്ചിട്ടുണ്ട്. അങ്ങേ കരുണയുടെ സഹായത്താൽ ഞങ്ങളെല്ലാവരും ശക്തി പ്രാപിച്ചു ഞങ്ങളിപ്പോഴും പാപങ്ങൾ മോചനാകുകയും എല്ലാ വിപത്തുകളിലും സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകും. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് കർത്താവായ യേശുക്രിസ്തുവേ അങ്ങ് അപ്പോസ്തലന്മാരെ ചെയ്തുവല്ലോ. ഞങ്ങളുടെ പാപങ്ങളെല്ലാം വലിയ അങ്ങേ സഭയുടെ വിശ്വാസതകൾ പാർത്ത് അങ്ങേ തിരുവള്ളമനുസരിച്ച് തിരുസഭയ്ക്ക് സമാധാനവും ഐക്യവും കൽപ്പിച്ചുള്ളയാണ് എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവ് സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. പരസ്പരം കർത്താവിന്റെ സമാധാനം ആശംസിക്കുക. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾ
ക്രിസ്തുവിന്റെ തിരുസഭയിലേക്ക് ഞങ്ങളെ സ്വീകരിക്കണം, നമ്മെ നിത്യജീവനിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവായ ഈശോയേ, കർത്താവായ ഈശോയേ, പിതാവായ ദൈവമേ, ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, സത്യമായും ദിവ്യകാരുണ്യത്തിൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അരൂപിയാൽ എഴുന്നള്ളി വരണമേ. അങ്ങിൽ നിന്നും ഒരിക്കലും വേർപിരിയാൻ ഞങ്ങളെ അനുവദിക്കരുത്. ആമേൻ. ആമേൻ.
സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. പരിശുദ്ധപരമാ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധപരമാ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധപരമാ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും. കരങ്ങൾക്ക് ഒപ്പം ഈശോയ്ക്ക് പരസ്പരം സ്തുതി പറയാം. ഈശോ യേശുനായിക്കും സ്തുതിയായിരിക്കട്ടെ. സ്തുതിയായിരിക്കട്ടെ.